എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1 മീറ്റർ തുണിയാണുള്ളത്. 36 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇതിൻ്റെ നല്ല വശം ഇതാണ്, നമ്മൾ ചീത്ത വശത്താണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം. അപ്പോൾ ഇത് ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറക്കം വന്നിട്ട് 15 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. 16 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 16.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 1.25 ഇഞ്ച് 8 ഇഞ്ചോളം കഴുത്തിറക്കം വരുന്നുണ്ട്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് കുറച്ചിട്ട് 6.5 ഇഞ്ച് വയ്ക്കുക. ഈ 6 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് വരയ്ക്കുക. ആം ഹോള് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്, കാരണം അത് കൈവണ്ണം കുറവാണ് ബ്ലൗസിന്. അപ്പോൾ അതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. നെക്ക് 3 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത്. ഇവിടെ അതേപോലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 8 ഇഞ്ചാണ് വേണ്ടത്. 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആക്കി എടുക്കുക. അതിനുശേഷം നെക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ അളവെടുത്തത് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 10.5 ഇഞ്ച്, 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ വേസ്റ്റ് വന്നിട്ട് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8.5, 1 ഇഞ്ച് ടക്കിന്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ടക്കിൻ്റെ ഹൈറ്റ് വന്നിട്ട് ജസ്റ്റ് 42 ആണ്. അപ്പോൾ അതിൻ്റെ 4-1 10.5 വരും. 10.5 അരയും 11 ഇഞ്ച് വെച്ചാൽ മതി. ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുന്നുണ്ട്. ആകെ 11.5 ഇഞ്ച് വെച്ചാൽ മതി. ഇവിടെ നിന്ന് ഈ ലെങ്ത്താണ് നമുക്ക് ടക്കിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച്, അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ടക്കിന്ന് ഇങ്ങോട്ട് ചരിച്ച് വരയ്ക്കുക. ഇതേപോലെ വരയ്ക്കുക. കാരണം ഇവിടെ ടക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിവിടെ ഈ ബാൻഡ് സ്ട്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ചുളിവ് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ആം ഹോൾ വരയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ച് ആം ഹോളേ വേണ്ടുള്ളൂ. ഇത് വന്നിട്ട് ആം ഹോൾ കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് കുറയ്ക്കാം. ഇപ്പോൾ കറക്റ്റായി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇത് ക്രോസ് ബ്ലൗസാണ്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇതിനൊപ്പം മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് 11 ഇഞ്ചാണ്. തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 4.25 ഇഞ്ചാണ്. അതിനുശേഷം ഈ ടെക്ക് താഴേക്ക് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് വന്നിട്ട് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 2 ടക്കിൻ്റെ സെൻട്രലായിട്ട് ഈ ആം ഹോളിൽ നിന്നുള്ള ടക്ക് വരയ്ക്കുക. ഇതേപോലെ വരയ്ക്കുക.
ഇവിടെ നമുക്കൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ടക്കും കൂടി ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 10.5 ഇഞ്ച്. പിന്നെ ഒരു 1.25 ഇഞ്ച് ലൂസിനും ഇവിടുത്തെ ടക്കിനും എല്ലാം കൂടെ ചേർത്തിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ 11.25 ഇഞ്ച് വരും. ഈ 11.25 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം. അതുപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു ടക്കുണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് താഴേക്ക് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ടക്കിൻ്റെ വീതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ 11.25 ഇഞ്ച്, ബോട്ടം വേണ്ടത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8.5 ഇഞ്ച്. അപ്പോൾ ഈ 8.5 ഇഞ്ച് ഇവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്രയുണ്ട് നോക്കുക. ഇതിൽ 3.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 1.5 ഒരു പോയിൻറ്റും ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ 1.5 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുനിന്ന് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിലോ കുറച്ച് ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഒരു 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇവിടെ അങ്ങോട്ട് 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ആം ഹോള് 8 ഇഞ്ചാണ് വേണ്ടത്. 8.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരല്പം ഇവിടെ കുഴിച്ച് മാർക്ക് ചെയ്യുക. സ്ലീവ് റൗണ്ട് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ 8.5-ക്ക് 8.25 മാർക്ക് ചെയ്തത്. അപ്പോൾ പക്ഷെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ 8.5 തന്നെ കിട്ടും. കാരണം ഇവിടെ ഈ ഷേപ്പ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെ സ്ലീവിൻ്റെ ലൂസ് കിട്ടും. ഒരു 1/4 ഇഞ്ച് എപ്പോഴും കുറച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം.
ഇനി ഇതിലേക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് പട്ടി വേണ്ടത് 34 ഇഞ്ചാണ് ബോട്ടം. അപ്പോൾ അതിൻ്റെ 4 8.5, ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ ഒരു 10 ഇഞ്ച് വരും. ഇങ്ങോട്ടൊരല്പം കൂടുതൽ വയ്ക്കാം. ഇവിടെ ക്രോസ് ആണ് വരിക, അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. ഇനി ഇവിടെ ഇറക്കം നമുക്ക് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുവരെ അളന്ന് നോക്കുക. അപ്പോൾ 3 ഇഞ്ച് വരുന്നുണ്ട്. 3 ഇഞ്ചും ഇവിടെ ഒരു ടെക്കിന് ഒരു 1/2 ഇഞ്ചും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ആകെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഈ കര ഒഴിവാക്കാം. അപ്പോൾ ഇതേ 4 ഇഞ്ച് തന്നെ ഇവിടെയും വെച്ചാൽ മതി. ഇനി ഇങ്ങോട്ട് ഈ 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 3.5 ഇഞ്ച് വയ്ക്കുക. അരഞ്ച് കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ ബാക്ക് തയ്ക്കാം. ഈ ടെക്കൊന്ന് അടിയിലേക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൽ കുറച്ച് തുണി കുറവാണ്. അപ്പോൾ നമ്മൾ ഈ തുണിയാണ് ഇത് ബാക്കിൽ വയ്ക്കുന്നത്. ഇതൊരു 3 ഇഞ്ച് 3.5 ഇഞ്ച് വീതി വരെ എടുക്കാം. എന്നിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇവിടെ ടെക്കിൻ്റെ അവിടെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കാം. ഈ ഫ്രണ്ടിൽ ടക്ക് ഇടാം. നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. അതുപോലെ ഈ ടക്ക് അടിയിലേക്ക് സൂചി വെച്ചിട്ട് അടയാളപ്പെടുത്താം.
ഇവിടെ ഈ ടക്ക് രണ്ടാമത്തെ തയ്യലിൽ ഇതങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ ഈ ടക്ക് 2 തയ്യലിടുക. അപ്പോൾ അതേപോലെ ടക്കുകളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ക്രോസ് പട്ടി വയ്ക്കാം. അടിയിലേക്കൊരു പീസ് ആദ്യം വയ്ക്കുക, അതിനുശേഷം നല്ല പീസ് വയ്ക്കുക. പിന്നെ ഒരു പീസും കൂടെ നമ്മൾ കനത്തിന് കൊടുക്കുന്നുണ്ട്. അത് വേറെ പീസാണ്, ഒരു കറുപ്പ് പീസാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കുക അരഞ്ചിൽ. അപ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഒരേ സൈഡിലേക്ക് ആയി പോകും. ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ബാക്ക് പീസ് കൂടെ ഒരു മേൽത്തയിലിടുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഒരു തൈലിടാം. ഇനി ഇത് ഒപ്പം ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് അരഞ്ചിൽ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അയിപ്പട്ടി തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുക്കുക, നീളം ആവശ്യത്തിനുള്ള എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കുക, എന്നിട്ട് ഇവിടെ അടിച്ചെടുക്കുക. ഇതേപോലെ അടിമറിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഈ ഗ്യാപ്പ് കൂടെ ഒരു തൈലിടുക. ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഒരു തൈലും കൂടി ഇടുക, ഒരു 1/4 ഇഞ്ച് വീതിയിൽ. ഇനി അതേപോലെ ഇവിടെ ഹുക്ക് വയ്ക്കാനുള്ള പടി തയ്ക്കാം. ഇവിടെ ഇതിലൊരു മേൽത്തൈലിടാം. ഇവിടെ ഒരു 1.5-1.25 ഇഞ്ച് വീതി വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. സ്ലീവ് ഞാനിവിടെ ജോയിൻറ്റ് ചെയ്യാനുള്ളത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ മടക്കി തയ്ക്കുക. അതിനുശേഷം അങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു ലോങ് തൈലിടുക. പിന്നീട് അത് ഹെമ്മിങ് ചെയ്തിട്ട് അഴിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അതേപോലെ 11 ഇഞ്ചിലൊരു അടയാളം ഇടുക. എന്നിട്ട് ബാക്കിൽ നമ്മൾ നേരത്തെ അടയാളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് സെൻറ്ററിൽ നിന്ന് അടിച്ച് തുടങ്ങാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് തയ്ക്കാം. അതിന് ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് വീതിയിൽ കഴുത്ത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മേൽത്തൈലിട്ട് എടുക്കുക.
ഇനി ഈ തയ്യത്തുമ്പ് എക്സ്ട്രാ ഉള്ളത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിങ്ങനെ ഒന്നുകൂടെ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് തയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. ബോട്ടം വേണ്ടത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 8.5 മാർക്ക് ചെയ്യുക. ഇതിവിടെ അടിയിലേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഐപ്പട്ടീൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8.5 മാർക്ക് ചെയ്യുക. ഇവിടെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ, അതായത് ഉക്ക് വയ്ക്കുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് തന്നെ മാർക്ക് ചെയ്യുക. ആം ഹോൾ 12.5 അപ്പോൾ 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതെങ്ങനെ അതെവിടെ മാർക്കിംഗ് ഉണ്ട് അത് കൂടെ തന്നെ അടിച്ചെടുത്താൽ മതി. അതിനുശേഷം അതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു 2 തൈലും കൂടി ഇടാം. വണ്ണം കൂട്ടണമെങ്കിൽ ഒരു തൈല് അഴിച്ചു വിട്ടാൽ മതി. അതേപോലെ തയ്യെത്തുമ്പോൾ ഒന്ന് ഒപ്പാക്കുക. ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.